ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു പാരോ ഡയറീസ്. അപ്പോൾ നമുക്കിന്ന് കുറച്ച് തക്കാളിയൊക്കെ പറിക്കാൻ പോകാം ഗൈസ്. അപ്പോൾ അങ്ങോട്ട് പോകാം. ഇത് കണ്ടോ, ഒരു തക്കാളി എന്നുള്ള ഇതാണ്. ഈ പ്രാവശ്യം ഞാൻ നട്ടതല്ല. അതിൻ്റെ അകത്ത് കൊണ്ട് അരി ഇതിൻ്റെ ചുവട്ടിൽ ഒഴിച്ച് കളഞ്ഞപ്പോൾ തന്നെ ഉണ്ടായിരുന്നു. ഇത് നല്ല പുളിയുള്ള തക്കാളിയല്ല, പാണ്ടി തക്കാളിയാണ്. എത്ര തക്കാളി ഉണ്ടമ്മ? തന്നെ ഇപ്പം തന്നെ ഒരു കിലോയുടെ അടുത്തായി. നല്ല തൂക്കം, നല്ല കനമുണ്ട്. പക്ഷെ നമുക്ക് ഈ നാടൻ തക്കാളി പോലെ അല്ല ഇത്. ഇത് മുഴുപ്പുണ്ട്, അതുകൊണ്ട് അങ്ങനെ പുളി കുറവാണ്. ഇതുപോലെ തന്നെ ഒരു പാത്രം പറിച്ചതായിരുന്നു, പക്ഷെ അന്നേരം വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഇതിൻ്റെ ഇടയിൽ എൻ്റെ കറിവേപ്പ് നിൽക്കേണ്ടത് വെച്ച് ഈ ഇവിടുന്ന് ഇത്രയും മുതൽ ഞാൻ നടുന്ന അവിടം വരെ നടുന്ന സുഖമില്ലാതായപ്പോൾ ഞാനത് മാറ്റി വെച്ചിട്ട് എന്തായാലും മണ്ണൊക്കെ ഒരുക്കി വെച്ചിട്ടുണ്ട് നടാനായിട്ട്. ഉടനെ തന്നെ നടും. അത് നടുന്നത് നിങ്ങളെ കാണിക്കുന്നതാണ്. അതുപോലെ തന്നെ എനിക്ക് ഞാൻ നട്ടിട്ട് എനിക്ക് പിടിക്കും. കുറച്ച് കഴിയുമ്പോൾ ചെറിയ കാന്താരിയായിട്ട് കിട്ടും. പിന്നെ ഈ പ്രാവശ്യം തന്നെ കാന്താരി ഉണ്ടായെന്ന് വെച്ചാൽ കാക്ക കാഷ്ടിച്ചത് എങ്ങോട്ടാന്ന് തോന്നുന്നു. പക്ഷെ അതിൻ്റെ വലിപ്പം കാണിച്ചു തരാം. ഞങ്ങൾ കാന്താരി കാണിച്ചു തരാം. ഇതടുത്തുണ്ട്. ഇതുണ്ട് ഈ പ്രാവശ്യം ഉണ്ടായി. ഞാൻ ഇങ്ങനെ നടന്ന് സാധാ കാന്താരി അല്ല, ഇതിങ്ങനെ കാക്കയുണ്ട് കാഷ്ടിച്ച് അടുത്ത വീട്ടിലൊക്കെ അവർക്ക്. പക്ഷെ അവിടെ നിന്നെല്ലാം മേടിച്ച് ഞാൻ നട്ടിട്ടും എനിക്ക് ഇതുപോലെ ഉണ്ടായില്ല. അത് പക്ഷെ തന്നെ ഈ പ്രാവശ്യം ഉണ്ടായി. ഇതുണ്ട്, ഇത് പറിച്ചെടുക്കണം. ഇതാണ് സാധാ കാന്താരി. കാണിച്ചു കൊടുക്കും. ചേർത്തുണ്ട്, ചുമന്നൊക്കെ നിൽപ്പുണ്ട് കേട്ടോ. നിറച്ചായിട്ട് ഗൈസ് ഇതിനകത്തും ഉണ്ട്. ഇവിടെയൊക്കെ ഉണ്ട് കേട്ടോ, നിറച്ചുണ്ട്, എല്ലായിടത്തും ഉണ്ട്. ഇവിടെ ചുമന്നൊക്കെ നിൽപ്പുണ്ട് കുറേയൊക്കെ. ഈ കാന്താരി കാണിക്കും. ഈ കാന്താരി വന്നിട്ട് ഇവിടെ 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 ഇതുണ്ടോ കാന്താരി, മുഴുത്ത കാന്താരി. സന്ധ്യയായിപ്പോയി, എനിക്ക് വോട്ട് ചെയ്തിട്ട് വന്ന് സമയം പോയതുകൊണ്ടാണ്. ഇത് ഈ കാന്താരിക്ക് നല്ല എരിവാണ്. ഒരെണ്ണം മതി, നമുക്കടെ വയറ് പുകയായി. നിമിഷ നേരം കണ്ടു വയറ് പുകഞ്ഞ് ഇങ്ങനെ പുറത്താടും എന്നുള്ള രീതി. നല്ല കാന്താരി ഭയങ്കര എരിവാണ്. ഭയങ്കര എരിവ് മറ്റേ കാന്താരിനേക്കാളും എരിവ് കൂടുതലാണ്. എൻ്റെ അരി പക്ഷേ എന്ത് ഇതാ പിടിക്കുന്നില്ല. അതെന്നാന്നറിയത്തില്ല. ഞാൻ പല രീതിയിൽ നോക്കി, നടപടി ഉണ്ടായില്ല. എനിക്ക് ഭയങ്കര ആഗ്രഹം ഇങ്ങനെ ഓരോന്നോരൊക്കെ കാണി നടാനും. പക്ഷേ സുഖമില്ലാത്തതുകൊണ്ട് അത് ഞാൻ മാറ്റി വെച്ചു. എന്തായാലും സ്റ്റാർട്ട് ചെയ്യുവാണ്. എനിക്ക് സന്തോഷത്തിന്. ഇതാണ് കാന്താരി. കണ്ടോ, മുഴുപ്പ് കണ്ടോ. ഇതുണ്ടോ, ഇത് ഒരെണ്ണ അരച്ചാൽ മതി. നല്ല എരിവാണ്. നല്ല എരിവ് നല്ല എരിവ്. നമുക്ക് പൊട്ടിച്ചാൽ കഴിക്ക് തന്നെ എരിവുണ്ട്, മണമുണ്ട് ഭയങ്കരമായിട്ട്. കൈയൊക്കെ നീറും ഗൈസ്, ഭയങ്കര എരിവുള്ളതാണ്. അതുപോലെ തന്നെ എൻ്റെ ഇത് അവക്കാടോ. ഇത് രണ്ട് മരമാണ്. അവക്കാടോ ഈ അവക്കാടോ രണ്ട് മരം. ഇതെനിക്ക് ഒരു 10 മാസമായിപ്പോൾ അത് ഞാൻ നട്ടിട്ട്. ഇത് രണ്ടും അത്യാവശ്യം നല്ല രീതിയിൽ വരുന്നുണ്ട്. അതുകൊണ്ട് 1.5 വർഷമാകുമ്പോൾ കായിടുമെന്നാണ് യൂട്യൂബിലൊക്കെ കണ്ടതും ആൾക്കാർ പറയണമെന്ന് കേട്ടതും. അറിയാമെന്നറിയാം. ഞാൻ അത് നോക്കിയിരിക്കുകയാണ്. ഭയങ്കര സന്തോഷം എൻ്റെ വീട്ടിൽ പിടിച്ചിട്ടിട്ടും തന്നെ. എനിക്ക് ഓരോ സാധനം നട്ട് കഴിയുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. എൻ്റെ തോരന്ന് ഉണ്ടാകുന്നതും ഞാൻ എഴുന്നേറ്റാൽ ഓടി വരുന്നതൊക്കെ. പക്ഷേ ഇപ്പോൾ സുഖമില്ലാതായതുകൊണ്ട് മാത്രം ഞാൻ
വരുമ്പോഴത്തെ അങ്ങനെ ഓടി വരുന്നില്ല. ഇനി ഒന്നിനെ തുടങ്ങണം. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. ഇത്രയേ ഉള്ളൂ. ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതാണ്. ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. നമ്മൾക്ക് ഇതുപോലുള്ള വീഡിയോകളായിട്ട് ഇനിയും വരുന്നതായിരിക്കും.